സ്ത്രീകളുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്ന സ്പിരിച്വൽ എനർജീസ് വന്ന് അറ്റാക്ക് ചെയ്യും നിരന്തരം ഇവരുടെ ശല്യം കാരണമുണ്ട്. അതിന് ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ചെല്ലുമ്പോൾ ആ ചെല്ലുന്ന സ്ഥലം ശരിയാണെന്ന് ആദ്യം നോക്കണ്ട. ഒരുപാട് സ്ത്രീകൾ വിവാഹം കഴിക്കാതെ നിൽക്കുന്നതിൻ്റെ കുറച്ച് കാരണം ഇതാണ്. ഈ അനുഭവം കൊണ്ട് ഈ കുട്ടിക്ക് എപ്പോഴും ബ്ലീഡിങ്ങും കാര്യങ്ങളും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. എൻ്റെ അറിവിൽ 2 ക്ഷേത്രങ്ങളുള്ളൂ, ഒന്ന് കുടുംബക്ഷേത്രം, ഒന്ന് ദേശക്ഷേത്രം. ഒരിക്കലും ദേശക്ഷേത്രങ്ങളിൽ ഈ കർമ്മം നടക്കില്ല. ഈ ക്ഷേത്രം നടക്കുന്ന ഒരേ ഒരു ചടങ്ങ് ശബരിമല മാത്രമായിരുന്നു. അത് നാളെ റോജിക്ക് വേറെ ദോഷം വരില്ല എന്ന് ഉറപ്പ് പറയാൻ ചിലർക്ക് പറ്റില്ല, പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അബാക്കിൻ്റെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളൊരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാം. ഒരു പക്ഷേ വേഷഭൂഷാദികളൊന്നും ഇല്ലാത്ത, നമ്മൾ ടിപ്പിക്കലായിട്ട് കാണുന്ന പല ഈശ്വരവിശ്വാസം തുടങ്ങി പൂജകൾ തുടങ്ങി മറ്റു പല കാര്യങ്ങളും, ടിപ്പിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിൽ നിന്ന് ഒഴിവാക്കി ഒരു പക്ഷേ മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ഒരു പക്ഷേ ജീവിത ലക്ഷ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ, ആ വ്യക്തി എനിക്ക് വളരെ പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്ന വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, എനിക്ക് അറിയാവുന്നതാണ്. ഞങ്ങൾ നിരന്തരം കോൺടാക്ട് ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ്. എൻ്റെ ഒരു സഹോദരന് തുല്യമാണ് അദ്ദേഹം. അപ്പോൾ ഇന്ന് അദ്ദേഹത്തെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ രാജീവ് മഠത്തിലാൻ. രാജീവേട്ട, ആ ബാക്കിലോട്ട് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. രാജീവേട്ടൻ ഏത് മേഖലയാണ് കൈകാര്യം ചെയ്യണമെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. ഒരു പക്ഷേ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഇതുവരെ കാണാത്ത പല സെഗ്മെൻ്റ് ആയിരിക്കും നമ്മൾ ഈ പ്രാവശ്യം തൊട്ട് ആ ബാക്കിന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ഒരുപാട് കൺഫ്യൂഷൻസ്, നിങ്ങളുടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ എല്ലാം നമ്മൾ ഇന്ന് ഇവിടെ പൊളിച്ചടക്കും. അപ്പോൾ നേരിട്ടുള്ള ക്വസ്റ്റിനോട്ട് പോവാം. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ചേട്ടനും കൂടി സംസാരിച്ചപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഈ വിഷയം ആ ബാക്കിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ സ്ത്രീകളുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്ന സ്പിരിച്വൽ എനർജീസ് ഒരുപാട് സ്ത്രീകളെ വന്ന് അറ്റാക്ക് ചെയ്യും നിരന്തരം ഇവരുടെ ശല്യം കാരണമുണ്ട്. ഈ പറയുന്ന സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സെക്ഷൽ ഊർജ്ജം അവരുടെ ബോഡിയിൽ നിന്നും വലിച്ചെടുക്കാൻ വേണ്ടി വരുന്ന സോളുകൾ, നെഗറ്റീവ് എനർജികൾ, എൻറ്റിറ്റികൾ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ചീത്തവിളി കേട്ടു എനിക്ക്. പക്ഷേ അതിൻ്റെ അടിയിൽ വന്ന ആൾ തന്നെ കമൻറ്റ് ചെയ്തു, ഇത് ഞങ്ങളുടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് എന്ന കാര്യം കമൻറ്റ് ചെയ്തു. ഒരുപാട് സ്ത്രീകൾ വിവാഹം കഴിക്കാതെ നിൽക്കുന്നതിൻ്റെ കുറച്ച് കാരണം ഇതാണ്. വളരെ ചുരുക്കം, ഒരു 1000 സ്ത്രീകളിൽ ഒരു 100 പേര് ഈ അനുഭവത്തിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അത് ഇവർക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാലും അമ്പലങ്ങളിൽ പോയാലും പൂജകൾ ചെയ്തിട്ട് ഒന്നും ഇവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ ഇവർ വിചാരിക്കുന്നത് അവരുടെ മാനസിക പ്രശ്നമെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ തോന്നലുകളാണ്, ഇതൊക്കെ ആരെങ്കിലും വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമോ. കേൾക്കുന്ന പല പ്രേക്ഷകർക്കും ഇത് ഭയങ്കര തമാശയായിട്ട് തോന്നും. രാജീവേട്ടൻ ഇത്തരത്തിലുള്ള കേസുകൾ കൃത്യമായി എടുക്കുകയും അവർക്ക് വേണ്ട സൊല്യൂഷൻസ് കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണല്ലോ. എന്താണിത് എന്നൊന്ന് വ്യക്തമായിട്ട് പറയുമോ? ഇതെന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഇത് ആരിലാണ് സംഭവിക്കുന്നത്? ഇത് എങ്ങനെ വരുന്നു? ഇതെങ്ങനെ നമുക്ക് പുറത്ത് കടത്താം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയും. എൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ഇത്തരം കാര്യങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ. കാരണം ഒന്നാമത്തെ നമ്മുടെ മേഖല അതുപോലെയാണ്. പലതരത്തിലുള്ള പറ്റിക്കലും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവണേ. അതിന് ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ചെല്ലുമ്പോൾ ആ ചെല്ലുന്ന സ്ഥലം ശരിയാണെന്ന് ആദ്യം നോക്കണ്ടേ. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളല്ല വിശ്വസിക്കേണ്ടത്. ആ ഒരു വ്യക്തിനെ കുറിച്ച്, ഇപ്പം എന്നെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും വിശ്വസിക്കരുത്. എൻ്റെ അടുത്ത് വന്ന് ആ കാര്യങ്ങൾ ബോധ്യപ്പെടാനുള്ള ഒരു കാര്യം ഉണ്ടാക്കണം. അനുഭവം വേണം, അനുഭവത്തിൽ മാത്രം വിശ്വസിക്കുക. കാരണം രണ്ടാമത്തെ ഒരു കാര്യം, അവിടെ ചെന്ന് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ വിശ്വാസമായതിനു ശേഷം നിങ്ങൾ ആവശ്യപ്പെടണം. ഇപ്പം നിങ്ങളുടെ കൂടെ ഒരു കാര്യമുണ്ട് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു വ്യക്തി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്, ദോഷങ്ങളാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചിട്ട് പൂജ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പോകരുത്. ഞാനൊരു പൂജ ചെയ്യണോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണോ വേറൊന്നും പറയണതല്ല. എല്ലാം സത്യമായ കാര്യങ്ങൾ ഓരോരുത്തരുടെ വിശ്വാസം കൊണ്ടും ആചാരം കൊണ്ടും നടത്തുന്ന മേഖലയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി വരുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടണം, അതിനെ കാണണം, അതിനെ സംസാരിക്കണം. അതെങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ളൊരു ബോധ്യം നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെക്കണം. അതാണ് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന രീതികളായിട്ട് മാറും. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്നവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അത് അവരുടെ ബോഡി തന്നെ കാണിച്ചു തരും. ഞാൻ അവിടെ കിടന്നിട്ട് ഷോ കാണിക്കുന്ന ഒരാളല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് വരാൻ കാരണം എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട്. ഇപ്പം എന്നേക്കാൾ ഒരുപാട് കഴിവും അറിവുള്ള ആൾക്കാരാണ് മറ്റുള്ളവരെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം അറിയുന്നൊരു വ്യക്തിയാണ്.
അപ്പോൾ ഈ സംഭവം എല്ലാവർക്കും ബാധിക്കുകയില്ല എന്നൊരു ഒരു വിഭാഗം ആൾക്കാർക്ക് ബാധിക്കുന്നുണ്ട്. അതിന് കാരണം ഒന്നാമത് ഇത് കണ്ടെത്തിയത് നമ്മളല്ല. പണ്ട് കാലങ്ങളെ തുടങ്ങി ഇത്തരം കാര്യങ്ങളുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ പഴയ തലമുറകൾക്ക് ഇത്ര ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം അന്ന് കൃത്യമായ ഒരു വിളക്ക് വയ്ക്കാനും പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്തിയൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്ന് എല്ലാവർക്കും അത് നഷ്ടപ്പെട്ടപ്പം പലരും മൊബൈലും മറ്റുള്ള കാര്യങ്ങളിലേക്കായി മാറിയപ്പോൾ ഇത്ര ആചാരങ്ങൾ കൊണ്ടു നടക്കുന്നില്ല. അതുകൊണ്ട് അന്ന് അവരവരെ കാരണവന്മാർ ചെയ്ത കർമ്മങ്ങൾ ഇല്ലാതായപ്പോൾ ഇത്തരത്തിലുള്ള എനർജി നമ്മുടെ മക്കളെ ശല്യം ചെയ്യാൻ തുടങ്ങി. ആ ശല്യം ചെയ്യാൻ തുടങ്ങിയത് പല തരത്തിലുള്ള കാര്യങ്ങളാണ്. അതൊരിക്കലും ഒരു ആത്മാവല്ല. മരിച്ചുപോയ ഒരു ആത്മാവിന് അത് ചെയ്യാൻ പറ്റില്ല. അത് ഉറപ്പുള്ള കാര്യം. കാരണം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറഞ്ഞു മരിച്ചുപോയ ആത്മാക്കന്മാർക്കാണ് കുറ്റങ്ങൾ മുഴുവനും. എൻ്റെ അറിവിൽ മരിച്ചുപോയ ഒരാൾക്കൊന്നും ചെയ്യാൻ അങ്ങനെ കഴിവുണ്ടാവില്ല. അതിനൊരു പ്രസൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ സത്യമാണ്. പക്ഷെ അതിനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള എനർജികൾ ഭൂമിയിലുണ്ട്. അത്തരത്തിൽപ്പെട്ട എനർജികളാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല മക്കളെ ബാധിക്കുക. റോജി പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ചെറിയ മക്കൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു അനുഭവം പറയും ചേട്ടാ, ആൾക്കാർക്ക് കണക്റ്റ് ആവുമല്ലോ. ഒരു കുട്ടി, അതിൻ്റെ അമ്മയും അതിൻ്റെ ചേച്ചിയും കൂടിയാണ് വന്നത്. ആ കുട്ടി അങ്ങനെ 3 ആൾ വന്നത്. അപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഈ കുട്ടിക്ക് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണേ. പക്ഷേ ഈ കുട്ടിക്ക് എപ്പോഴും ബ്ലീഡിങ് സംഭവിക്കണേ. അപ്പോൾ എൻ്റെ ക്ഷേത്രത്തിൽ വരുമ്പോൾ എൻ്റെ അമ്മയുണ്ടാവും, എൻ്റെ വൈഫ് ഉണ്ടാവും, എല്ലാവരും എന്നിട്ട് ഞങ്ങൾ കാണുക. അത് പ്രത്യേകിച്ച് വേറെ രീതികളൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ചൊരു ഹാളിലിരുന്ന് കാണുക, വേറെ കാര്യങ്ങളൊന്നുമില്ല. സംസാരിക്കുന്നതൊക്കെ എല്ലാവരും സംസാരിക്കും. റോജി കണ്ടതൊക്കെയാണ്, നേരിട്ട് കണ്ടേക്കണ ഒരു കാര്യം, പ്രത്യേകിച്ച് വേറെ സ്ഥലങ്ങളൊന്നും. പക്ഷേ ആ കുട്ടിയോട് ഞാൻ സംസാരിക്കായിരുന്നു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോൾക്ക് ഇങ്ങനെ ഒരു മോശമായ ഒരു അനുഭവങ്ങളില്ലേ, ഒരു എനർജി വന്ന് മോളെ അങ്ങനെ കീഴ്പ്പെടുത്താൻ അതിന് അഡിക്റ്റായിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി പറയണത്, എന്നോട് പറഞ്ഞത് അതിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞ കുട്ടി. ആ കുട്ടി പറയണത് ഒരു 9 ക്ലാസ് തുടങ്ങി ആ കുട്ടിക്കുള്ള അനുഭവമാണ്. ഈ അനുഭവം കൊണ്ട് ഈ കുട്ടിക്ക് എപ്പോഴും ബ്ലീഡിങ്ങും കാര്യങ്ങളും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ അമ്മയൊക്കെ ഉണ്ട്. അമ്മ ആദ്യമായിട്ടാണ് അത് കേൾക്കണേ. ഇത് പറഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ആകെ വയലൻ്റായി. അപ്പോൾ അതിൻ്റെ അമ്മ പറഞ്ഞു, ഞങ്ങളുടെ ഇന്നുവരെ ഉണ്ടാവാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ആ കുട്ടി +2 കഴിഞ്ഞേക്കാണ്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് തന്നെ 9 ക്ലാസ്സിൽ തുടങ്ങിയ കുട്ടിക്ക് ഇത് സംഭവിക്കണം. പക്ഷേ ആ കുട്ടി ആകെ ക്ഷീണിച്ച് ഒരു പെൺകുട്ടി എന്ന് പറയാൻ പറ്റാത്തൊരു കോലത്തിൽ ആ കുട്ടിക്ക് വന്നതാണ്. ഇത് പറയാല്ലേ ഈ കുട്ടി ഭയങ്കരമായിട്ട് വയലൻ്റായി പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഞാൻ അതിനെ ഒഴിവാക്കിയെന്ന് വെച്ചാൽ അതിനെ സത്യം കണ്ടെത്തിയപ്പോഴാണ് മനസ്സിലായത് അവരെ ക്ഷേത്രപരമായിട്ടൊരു കാര്യത്തിനൊരു നിയോഗം ആ കുട്ടിക്കായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടീനെ അത് ബാധിച്ചത്. ബാക്കി ആർക്കും ഇത് ബാധിച്ചിട്ടില്ല. ചില കർമ്മശക്തിയുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഇതിനെ കൂടുതൽ എഫക്റ്റ് ചെയ്യുള്ളൂ. എല്ലാവർക്കും ഇതുണ്ടെങ്കിലും അത്ര എഫക്റ്റ് ആവില്ല. ഇപ്പോൾ ഒരു ആദ്യത്തെ കണക്കനുസരിച്ചിട്ട് ഒരു കുടുംബക്ഷേത്രത്തിൽ ഒരു കർമാധിപൻ ഉണ്ടാകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ പൂജകളോ ആചാരങ്ങളൊന്നുമില്ല. അദ്ദേഹം വിളിച്ചു ചൊല്ലി അല്ലാതെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ തീർക്കുന്ന കാര്യങ്ങളായിരുന്നു. രാജുവേട്ടൻ ഞാൻ സംശയം ചോദിക്കട്ടെ ഇതിനിടയിൽ, ഇപ്പോൾ ഈ പറയുന്ന പൂജയുടെ ഒരു കർമ്മം ചെയ്യാൻ മുടങ്ങിയത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ്. ആ ക്ഷേത്രത്തിന്റെ ഒരു പൂജ മുടങ്ങിയതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് കാര്യം ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഒരിക്കലുമില്ല. പൂജ മുടങ്ങിയിട്ടല്ല സംഭവിച്ചത്. ഒരു കർമ്മം ഇപ്പം ഞാൻ തന്നെ കൊണ്ടു നടക്കുന്ന കാര്യം, ഞാൻ പൂജ ചെയ്യാനോ ഹോമം ചെയ്യാനോ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്കത് അറിയില്ല. അത് അറിയുന്നവരുടെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എൻ്റെ കർമ്മങ്ങൾ എൻ്റെ മക്കൾ നേരിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അവർക്കത് ഞാൻ ചെയ്യുന്നത് ശരിയാണെങ്കിൽ മാത്രമേ അവർക്കിത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഒരു കാലത്ത് ഇത്തരം കഴിവുകൾ കൃത്യമായി കൊണ്ടു നടന്ന ആൾക്കാർ ഇത് 2 കാര്യം കൊണ്ട് നശിപ്പിച്ച, ഒന്നും മദ്യത്തിനും ഒന്ന് സ്ത്രീകളുടെ കാര്യങ്ങൾക്കും വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയണ സാമ്പത്തികത്തിന് വേണ്ടി മോശമായ കർമ്മം ചെയ്തിട്ടാണ് ഈ ശക്തികളൊക്കെ നശിച്ചു പോയത്. ഈ ചെയ്ത് കൂട്ടിയ ബുദ്ധിമുട്ട് അത്തരം ചെയ്യുന്ന ആൾക്കാരുടെ ആ കുടുംബത്തിൽ ഭവിച്ചിട്ടുണ്ടാവും. ആ ഭവിക്കുന്ന ആൾക്കാർ, അന്നത്തെ ആൾക്കാർ മനുഷ്യൻ മരിച്ചാലും ദോഷം മരിക്കില്ല. അവർ മറ്റൊരാളുടെ ശരീരത്തിൽ കയറാനുള്ള കഴിവ് അവർക്കുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ റോജി പറഞ്ഞതുപോലെ അങ്ങനെ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരാളുടെ കാര്യം മാത്രം പറഞ്ഞത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം റോജി തന്നെ അറിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞ കർമ്മം കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു വ്യക്തി പറഞ്ഞത് 14 വർഷമായി ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടെന്ന് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ 4-5 പ്രാവശ്യത്തിൽ കൂടുതൽ ജീവിച്ചിട്ടില്ല ശാരീരികമായിട്ട്. ആള് പറഞ്ഞതാണ് 4-5 പ്രാവശ്യത്തിൽ കൂടുതൽ ഞങ്ങൾ ജീവിച്ചിട്ടില്ല. അത് തന്നെ ആള് തന്നെ ഒരുപാട് അത്രയും വിഷമിച്ചിട്ടാണ്, സങ്കടപ്പെട്ടിട്ടാണ് ഇന്ന് പറഞ്ഞിട്ട് ചെയ്തതെന്ന് പറയുന്നത്. ആൾ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഇരിക്കുമ്പോഴാണ്. പക്ഷെ ഇപ്പോൾ അത് മാറിക്കഴിഞ്ഞപ്പോൾ ആൾ പറയുന്നത് ഈ 16 വർഷത്തിന് ശേഷമാണ് ഞാൻ ആ ബെഡ്റൂമിൽ പോയിരിക്കുന്നത് ഇപ്പോഴാണെന്ന്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരിക്കലും ഇനി കുറ്റപ്പെടുത്തില്ല, നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പം നേരിട്ട് കണ്ടതുകൊണ്ടാണ്. ഒരുപാട് സ്ഥലത്തും ഒരുപാട് പൂജകളും വഴിപാടുകളും നടത്തിയൊരു ആളാണ്. ചേട്ടാ, അത് എന്തുകൊണ്ടാണ് ഈ ഒരു ഭാര്യനെയും ഭർത്താവിനെയും തമ്മിൽ അകറ്റിയിരുത്താനുള്ള ഒരു കാരണം? ഒറ്റ കാര്യമുള്ളൂ, അവരുടെ എനർജി. ഇപ്പോൾ ആദ്യകാലത്തൊക്കെ നമ്മൾ നമ്മുടെ കാരണവന്മാരെ കളിയാക്കണ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒന്നാമത് തന്നെ വെച്ചാൽ ഒരു അച്ചാച്ചനോടൊക്കെ ചോദിക്കുമ്പോൾ എത്ര മക്കളുണ്ടെന്ന് ചോദിക്കും, 10 15 മക്കളുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ കളിയാക്കലായിരുന്നു. പക്ഷേ ഇന്നത്തെ ജനറേഷനിൽപ്പെട്ട ഒരാൾക്കും അതുപോലെ ജീവിക്കാൻ പറ്റണില്ല. ഇന്ന് എല്ലാ ഫെസിലിറ്റി ഉണ്ട്, മരുന്നും അല്ലെങ്കിൽ സ്കാനിങ്ങും എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടായിട്ട് പറ്റാത്തതിന് കാരണം അന്ന് ഇതൊന്നുമില്ലെങ്കിലും അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളും മുറുകെ പിടിച്ചുകൊണ്ടാണ്. അതിനൊന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ മക്കളൊക്കെ പ്രായപൂർത്തിയാകുമ്പോൾ ആ കൃത്യമായിട്ട് നോക്കാനുള്ള ഒരു കഴിവ് ആ കാരണം അവർക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി കയറാതെ നോക്കാൻ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ മക്കൾക്കൊരു പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് ആ മക്കൾക്ക് 10 15 മക്കളുണ്ടാവണവരെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുക.